കേരളത്തിൽ ഒരു ദശാബ്ദക്കാലമായി അധികാരത്തിലിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരത്തിന്റെ ശക്തമായ പ്രതിഫലനമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നുള്ളത് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമാകുന്നതാണ്. മറ്റൊരു കാര്യം RSP എന്ന നിലയിൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത്. കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കി എന്നതിനപ്പുറത്ത് ഇടതു നയവ്യതിയാനത്തിനെതിരായ ശക്തമായ താക്കീത് കൂടിയായിരുന്നു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും. ആശാ വർക്കേഴ്സിന്റെ സമരം നടന്നപ്പോൾ, കേരയിൽ സമരം നടന്നപ്പോൾ, അതുപോലെ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പോൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ CPM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ അകത്ത് കിടന്നപ്പോഴൊക്കെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നൈതികത കേവലം പോലും പുലർത്താതെ ആ അധോലോക സംഘങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന നിലയിലുള്ള നിലപാടാണ് സത്യത്തിൽ CPM ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണരംഗത്ത് പൊതുവെ സ്വീകരിച്ചത്. അപ്പോൾ ആ ഇടത് നയവ്യതിയാനത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ മനസ്സുള്ള ജനവിഭാഗങ്ങളുടെ അതിശക്തമായ പ്രതികരണം ഈ കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ഇതിൻ്റെ എല്ലാം കൂടി കൾമിനേഷനായിരുന്നു 102 സീറ്റ് വാങ്ങി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ വിജയം കൈവരിച്ചു. ആ അഭിമാനകരമായ വിജയം കൈവരിക്കുമ്പോൾ RSPയെ സംബന്ധിച്ചിടത്തോളം തിളക്കമാർന്ന വിജയമാണ് ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത്. പാർട്ടി മത്സരിച്ച 5 സീറ്റുകളിൽ 4 സീറ്റുകളിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് 10 വർഷക്കാലം നിയമസഭയിൽ കേവലമായ പ്രാതിനിധ്യം പോലും ഇല്ലാതിരുന്ന പാർട്ടി ഇന്ന് മത്സരിച്ച 5 സീറ്റുകളിൽ, അതിൽ പ്രത്യേകിച്ചും പയ്യന്നൂരിൽ പാർട്ടി സീറ്റിൽ മത്സരിച്ച സ്വതന്ത്രനായി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചുകൊണ്ട് പാർട്ടിയുടെ അതിശക്തമായ തിരിച്ചുവരവിൻ്റെ തുടക്കം കൂടിയാണ് ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ആ നിലയിൽ പാർട്ടി കൂടുതൽ കരുത്താർജിക്കുന്നതിനും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം നിലനിർത്തി മുന്നോട്ട് പോകുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് സഹായകരമായി തീരുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച, പ്രത്യേകിച്ചും RSPയുടെ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാരോടും UDFന്റെയും അതുപോലെ പാർട്ടിയുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പ്രഥമ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷിബു ബേബി ജോണിനെ നിർദ്ദേശിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർലമെന്ററി പാർട്ടി നേതാവായി ഷിബു ബേബി ജോണാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് നിയമസഭാംഗങ്ങളുടെ കൂടി സൗകര്യം കൂടി പരിഗണിച്ച് യോഗം അടിയന്തരമായി വിളിച്ചു ചേർന്ന് മറ്റ് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകും. ഒരിക്കൽ കൂടി UDFന് തിളക്കമാർന്ന വിജയം നൽകിയ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദി, ചാരിതാർത്ഥ്യം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയും UDF കാലത്തിന് അനുരോധമായ നിലയിൽ, ജനങ്ങളുടെ വികാരത്തിന് അനുരോധമായ നിലയിൽ ഉയർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും മികവുറ്റ ഒരു ഭരണം സംസ്ഥാനത്തിന് പ്രദാനം ചെയ്യും. ആ പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർലമെന്ററി പാർട്ടി നേതാവായി കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഷിബു ബേബി ജോൺ നിങ്ങളെ അഭിസംബോധന ചെയ്യും. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തപ്പോൾ ഒരു ഭാഗത്ത് അതിയായ സന്തോഷമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം സമ്മാനിച്ച് 19 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ് 2 മുന്നണികൾ തമ്മിലുള്ളത്. ഇത് കേരള ചരിത്രത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടായിട്ടില്ല. അങ്ങനെ ആ നിലയിലേക്ക് ആ കാര്യങ്ങളിൽ വലിയ സന്തോഷം, UDFന് ലഭിച്ച ജനപിന്തുണയിൽ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോഴും BJP ജയിച്ച 3 മണ്ഡലങ്ങൾ, അവിടെ CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് BJPയിലേക്ക് വോട്ട് പോയ സാഹചര്യം
ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. കേരളത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും BJP അവരുടെ അജണ്ട നമുക്കറിയാവുന്ന, അങ്ങനെ ഒരു അജണ്ടയ്ക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ചാത്തന്നൂരടക്കം കഴക്കൂട്ടമനുസരിച്ച് അടക്കം BJPക്ക് വിജയം സംഭാവന ചെയ്തത് CPM തന്നെയാണ്, CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഇത് ഭാവിയിലെ കേരള രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആശങ്കയോടുകൂടി കാണുന്നത്. CPMൽ നിന്നൊരു മടിയുമില്ലാതെ BJPയിലേക്ക് പോകാൻ ആൾക്കാർ തയ്യാറാകുന്നത് ആശങ്കയോടുകൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു യഥാർത്ഥ ഇടതുപക്ഷ സംവിധാനം കൂടുതൽ കരുത്താർജിച്ച് രൂപപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ 8 പേരാണ്, 8 UDF MLA-മാരാണ് ഈ കാഴ്ചപ്പാടിലുള്ളവരായി നിൽക്കുന്നത്. RSPയുടെ 4 പേര്, CMB ഉണ്ട്, RMB ഉണ്ട്, പിന്നെ സ്വതന്ത്രരായിട്ടുള്ള G സുധാകരനും, നമ്മുടെ 4 വന്നു, G സുധാകരനും TK ഗോവിന്ദ്. അന്നേരം 8 പേര് ബദൽ സംവിധാനം. CPMന് 23 ഉള്ളപ്പോൾ 8 പേര് ബദൽ ഒരു സംവിധാനത്തിലുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റായി, വ്യത്യസ്ത പാർട്ടികളായി നിൽക്കുമ്പോഴും സ്വതന്ത്രരായി നിൽക്കുമ്പോഴും ഒരു മൂവ്മെന്റായി, ശരിയായ ഒരു കറക്റ്റീവ് ലെഫ്റ്റ് ഫോഴ്സായി അത് ഭാവിയിൽ രൂപപ്പെടണം. അങ്ങനെ മാത്രമേ BJPയിലേക്കുള്ള ഈ പ്രയാണത്തെ, ഇതെല്ലാം കാര്യം എന്താണ്, ഈ തീവ്രമായ വലത് പക്ഷത്തേക്കുള്ള വ്യതിയാനം CPM നടത്തുന്നതുകൊണ്ടാണല്ലോ അതിന് ഒരു മടിയുമില്ലാത്ത നിലയിലേക്ക് BJPയുടെ അസ്പർശ്യത മാറിക്കിട്ടിയത്. അതുകൊണ്ട് യഥാർത്ഥ ഒരു ഇടതുപക്ഷ കറക്റ്റീവ് ഫോഴ്സ് കേരളത്തിൽ രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് ആഹ്ലാദമെന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ പ്രവർത്തനവും ഞങ്ങളുടെ 3 സീറ്റിലുള്ള വിജയവും 4 സീറ്റിലുള്ള വിജയവും എന്ന് മാത്രമല്ല, കേരളത്തിലുള്ള ഓരോ RSP കുടുംബവും RSP ഈ മണ്ണിലുണ്ടാകണം, ഇവിടെ അവസാനിക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു സന്തോഷം, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം. ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കണം, ഇതുപോലെ വൈരാഗ്യത്തോടുകൂടി ഏതെങ്കിലും ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു കൃഷി വകുപ്പിലെ ഒരു അംഗത്വം പോലും, അവന്റെ അഡ്വൈസറി ബോർഡിൽ പോലും RSPക്ക് ഒരു പ്രതിനിധി 10 വർഷമായിട്ടില്ല. ഒരു പാർലമെന്റ് അംഗമുണ്ട്, സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് പാർട്ടിയാണ്, രജിസ്റ്റേർഡ് പാർട്ടി അല്ല, സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് പാർട്ടി. ഒരു റെക്കഗ്നൈസ്ഡ് പാർട്ടി ആയിരുന്നിട്ട് ഞങ്ങൾക്കൊരു കൃഷിഭവനിലെ ഒരു പ്രതിനിധി പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിന്നത്. ഹോസ്പിറ്റൽ കമ്മിറ്റി ഉണ്ടാകുന്നില്ല. അവിടെ MP-യുടെ പ്രതിനിധിയായി ഒരാളെ പാരിപ്പള്ളിയിൽ വെച്ചിട്ട് MP-മാർക്ക് പ്രതിനിധിയായിട്ട് എക്കാലവും വെക്കാമായിരുന്നു, വെച്ചിട്ട് ആ കമ്മിറ്റിയിൽ നിന്ന് ഇറക്കി വിട്ടു. പുതിയ നിബന്ധന കൊണ്ടുവന്ന് MP-മാർക്ക് പ്രതിനിധികളെ പറ്റത്തില്ല. അതായത് കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അനുഭവിക്കാത്ത ആ അവഗണനയിൽ കൂടിയാണ് ഞങ്ങൾ നടന്നത്. RSP പോലൊരു പാർട്ടി ഒരു റെക്കഗ്നൈസ്ഡ് പാർട്ടിയാണെങ്കിലും ഒരു സർവകക്ഷിക്ക് വിളിച്ചാൽ ബോധപൂർവമായി, കോവൂർ കുഞ്ഞുമോനെ രജിസ്റ്റേർഡ് പാർട്ടി പോലും ഇല്ലാത്ത സമയത്ത് കുഞ്ഞുമോനെ വിളിച്ചിട്ടേ RSPയുടെ ആൾക്കാരെ വിളിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പാർട്ടിയെ അവഹേളിച്ച, എന്നിട്ടും ഞാൻ പറഞ്ഞു വന്ന എന്നിട്ടും RSP വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രവർത്തകനും ഒരു നേതാവും ഇത് വിട്ടുപോയില്ല. മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഓരോ കുടുംബവും ഇതിന് കണക്ക് തീർക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചതാണ് ഞങ്ങൾക്ക് ഈ വിജയം. അതിൽ അവരോടുള്ള ഒരു ബിഗ് സല്യൂട്ട് രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. അല്ല, വകുപ്പിന്റെ കാര്യം ഇപ്പം നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. വകുപ്പ് തീർച്ചയായിട്ടും UDF ലീഡർഷിപ്പ് പക്വതയോടുകൂടി ഓരോ കക്ഷിക്ക് അർഹതപ്പെട്ടതനുസരിച്ച് അവിടെ വീതിക്കപ്പെടും. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും അങ്ങോട്ട് പോകേണ്ട ഭരണം സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ ഇതുവരെ പിന്തുടർന്ന ശൈലിയിലല്ല. ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുള്ള നയരൂപീകരണത്തോടുകൂടി അതിവേഗത്തിൽ
ലോകരാഷ്ട്രങ്ങളോടൊപ്പം കുതിക്കത്തക്ക നിലയിലേക്കുള്ള ഭരണം പോകണം. ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാരഥന്മാർ നൽകിയ സംഭാവനയാണ് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒന്നാം സ്ഥാനം എന്നുള്ളത്. പിണറായി വിജയൻ പറയുന്നത് 10 വർഷം കൊണ്ടാണ്. പക്ഷേ ഇത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അവിടെ നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലാണ്, നിൽക്കുകയാണ്. ബാക്കി എല്ലായിടത്തും മുന്നോട്ട് പോകുന്നു. അന്നേരം അതിന് വളരെ വ്യത്യസ്തമായ നിലയിലേക്ക് തന്നെ ഭരണം പോകണം. അതിൽ ആർ എസ് പിയുടേതായിട്ട് പങ്കുവഹിക്കാനുള്ള മേഖലയിൽ RSP പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങളുടെ ഇന്നല്ല തീരുമാനിച്ചുള്ളൂ പാർലമെന്ററി പാർട്ടി നേതാവ്. അതുപോലെ കോൺഗ്രസിന്റെയും അവരുടെ സമയമെടുത്ത് അവർ തീരുമാനിക്കും. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ അവർ തീരുമാനിക്കും. ഫ്ലക്സിന്റെ പ്രത്യേകത ഉണ്ടാ, പടത്തിന്റെ പ്രത്യേകത. ഫ്ലെക്സ് കണ്ട് സ്വാധീനിക്കപ്പെടുന്ന ഒരു കക്ഷിയല്ലല്ലോ RSP. അല്ലെങ്കിൽ അതിലൊരു കാര്യം അത് പറയാനുള്ളത്, പ്രവർത്തകരാരേലും അവരുടെ ആവേശത്തിൽ ഇത് വെക്കുമ്പോൾ ഇവിടുത്തെ ഫ്ലെക്സ് കണ്ടുകൊണ്ടല്ലല്ലോ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ അത് ആ നിലയിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇന്നത്തെ നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കാൻ ഇടയാകുന്ന ഒന്നും ആരും ചെയ്യില്ല എന്നാണ്. ആരെ വേണമെങ്കിൽ കോൺഗ്രസ് തീരുമാനിക്കാം. പക്ഷെ അതൊരു ആ പക്വതയോടുകൂടി തീരുമാനമെടുക്കും. അമിതാവേശം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. തീരുമാനം കോൺഗ്രസിൻ്റെയാണ്. നമുക്കതിനകത്ത് അഭിപ്രായം പറയാനേ ഇതില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള തീരുമാനമെടുക്കാൻ അവരുടേതായിട്ടൊരു പ്രോസസ്സുണ്ട്, അവർക്ക് സംഘടനാ രീതിയുണ്ട്. അത് വെച്ചുകൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുക്കും. ഞാൻ മനസ്സിലാക്കുന്ന വൈകാൻ ഒന്നും സാധ്യതയില്ല. ഇന്ന് തന്നെ ഒബ്സർവേഴ്സ് വന്നിട്ടുണ്ടല്ലോ, അവരെല്ലാവരെയും കേട്ട് ഉടനായിട്ട് തീരുമാനത്തിലേക്ക് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണോ അവരെ ഞങ്ങൾ അംഗീകരിക്കും. നമ്മളത് അതും അവരുടെ പാർട്ടിയുടെ കാര്യം മാത്രമല്ല, ഞാൻ ഈ ശവത്തിൽ കുത്താൻ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇനി അത് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ്, പുള്ളിക്ക് പറ്റിയ തെറ്റുകൾ പുള്ളി പരിശോധിക്കുന്നു. പുള്ളി ഒരു മോശം രാഷ്ട്രീയ നേതാവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി സംഭവിച്ച തെറ്റുകൾ, പ്രത്യേകിച്ച് BJP പറയാൻ മടിക്കുന്ന വർഗീയത കേരളത്തിൽ പരസ്യമായി പറയുമ്പോൾ, അതിനെ പാർട്ടി നേതാക്കന്മാർ പറയുമ്പോൾ അതിനെ താക്കീത് ചെയ്യാതെ, അതിനെ ബാക്കിയുള്ളവർ പറയുമ്പോൾ അതിനെ തലോടി നിന്ന ഒരു സമീപനം ഇനിയുമെങ്കിലും അത് പരിശോധിക്കണം, ആത്മപരിശോധന നടത്തണം. അതല്ലേ BJPയിലേക്ക് ഒഴുകാനുള്ള ഇടയാക്കിയ സാഹചര്യമെന്ന് ആ പാർട്ടിയും സഖാവ് പിണറായിയും പരിശോധിക്കും. ആരുടെയും മനോരോഗത്തിന് ഞങ്ങൾക്ക് മറുപടി പറയാനൊക്കെ, മനോരോഗത്തിനുള്ളതിന് മറുപടി പറയാനൊക്കത്തില്ല. പിന്നെ മാധ്യമങ്ങൾ, ഞാൻ നിങ്ങളെ എല്ലാ ബഹുമാനത്തോടുകൂടി ഏതാനും വ്യക്തികൾ മാധ്യമ പ്രവർത്തനം, ഞാൻ ആ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഇനിയും തുടർന്നാൽ ഉപയോഗിക്കും, ആ നിലയിലേക്ക് അധപ്പതിപ്പിക്കുന്നു. അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കോൺഗ്രസ് തീരുമാനിക്കട്ടെ, നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഏത് വേണമെങ്കിലും കോൺഗ്രസ് തീരുമാനിക്കാം. ഞങ്ങൾക്ക് 91-ൽ 2 MLA-മാരെ ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നില്ല. സഖാവ് ബേബി ജോണും സഖാവ് നാണുമാഷും മാത്രമായിരുന്നു. 96 ആയപ്പോഴാണ് RSPക്ക് 5 MLA-മാരും ഒരു MP-യും ഉണ്ടായത്. MP 1977 ശേഷം ആദ്യമായിട്ട് MP ഉണ്ടാകുന്നത് 96-ലാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 4 MLA-മാരും ഒരു MP-യും ഉണ്ട്. ഒരു RSPയുടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ വീണ്ടെടുത്തു. RSPയുടെ കരുത്തനുസരിച്ച് RSP ഒരിക്കലും ആളിൻ്റെ ബാഹുല്യത്തിലായിരുന്നില്ല അറിയപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ
ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കേരളത്തിൽ അംഗീകാരം കിട്ടിയതിലുള്ള സന്തോഷം ഞങ്ങൾ. വട്ടിയൂർക്കാവിലോ നേമത്ത് UDF-ന് കുറഞ്ഞിട്ടുണ്ട്, CPM-നും കുറഞ്ഞല്ലോ. CPM-നും കുറഞ്ഞ് ഇതും കുറഞ്ഞ്. അന്ന് കെ മുരളീധരൻ എന്ന വ്യക്തി അന്ന് കെ മുരളീധരനാണ് മത്സരിച്ചത്. അത്രയും വോട്ട് തവണ കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ CPM-നും ഇവിടെ കുറഞ്ഞു. ബാക്കി രണ്ടിടത്തും ഇങ്ങനെ UDF-ന്റെ വോട്ട് കൂടിയതും CPM-ന്റെ മാത്രം കുറഞ്ഞതും. അല്ല, താങ്കൾക്ക് ഭാഗികമായി മാത്രം ഈ പാർഷ്യൽ അമിനേഷ്യ വരുമോ? അല്ല, വട്ടിയൂർക്കാവിൽ CPM-നും കുറഞ്ഞ് UDF-നും കുറഞ്ഞു. ബാക്കി രണ്ടിടത്ത് UDF-ന് കൂടി CPM-ന് മാത്രം കുറഞ്ഞു. അന്നേരം ഏതാ ബാധകമാകുന്നത്? വട്ടിയൂർക്കാവല്ല, നേമം. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ രണ്ട് കൂട്ടർക്കും കുറഞ്ഞു. CPM-ന് ഞങ്ങളെക്കാൾ കൂടുതൽ കുറഞ്ഞത് CPM-നാണ്. എവിടെ? നേമത്തും അല്ല. CPM-ന് കുറച്ച് കുറഞ്ഞ് ഞങ്ങൾക്ക് ഇത് പോയി. അത് കാൻഡിഡേറ്റിന്റെ ഒരു വ്യത്യാസം. കഴിഞ്ഞ തവണ കെ മുരളീധരൻ വന്നതും അതിനുണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റും. അല്ല, ഞാൻ പറഞ്ഞ UDF-ന് കുറഞ്ഞു. അവിടെ യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷൻ അതിന് ശേഷം ഉണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആരാണ് BJP പരമ്പരാഗതമായ ന്യൂനപക്ഷങ്ങളടക്കം വരുമ്പോൾ ആരാണ് BJP-യെ തോൽപ്പിക്കാൻ പ്രാപ്തൻ എന്നുള്ള ഒരു ചോദ്യമാണ്. അവസാനം വന്നപ്പോഴേക്കാണ് ശിവൻകുട്ടിയെ തോൽപ്പിക്കാനൊക്കത്തുള്ളൂ എന്ന ചിന്താഗതി അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ടായി. അങ്ങനെയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ CPM-ന്റെ വോട്ടിലാണ് വലിയ ചോർച്ച വന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന കെ മുരളീധരന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം BJP ജയിക്കുമെന്ന് കണ്ടപ്പോൾ CPM-ന് വോട്ട് ചെയ്തതാണ്. അതാണ് അവിടെ ഉണ്ടായത്. നിങ്ങൾ അതിൻ്റെ സാമൂഹ്യ ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വോട്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ആറ്റിങ്ങൽ നേരത്തെ 3-ാം സ്ഥാനത്തായിരുന്നു. ആറ്റിങ്ങൽ അതിൽ നിന്ന് മെച്ചപ്പെട്ട് BJP ഞങ്ങളും തമ്മിൽ 4000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ തവണ 33,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സംഘടനാപരമായി ഒരു ഘടകങ്ങളും ഇല്ലാത്ത ഒരു പേരിന് വേണ്ടി മാത്രം ഒരു കമ്മിറ്റിയുള്ള ഒരു മണ്ഡലമാണ്. ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. അവസാനം കോൺഗ്രസ് നിർബന്ധം ചെലുത്തി നിങ്ങൾ ആറ്റിങ്ങൽ എടുക്കണം എന്ന് നിർബന്ധം ചെലുത്തിയപ്പോൾ ഞങ്ങൾ എടുക്കാൻ തയ്യാറായത്. അവിടെ വിജയസാധ്യത ഇല്ല, തികച്ചുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ RSP എടുത്ത സീറ്റാണ്. പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥിതിക്ക് ആത്മാർത്ഥമായി പരിശ്രമിച്ചു, പ്രവർത്തിച്ചു. അതുകൊണ്ട് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചു. കാരണം കേരളത്തിൽ മൊത്തം ഒരു കൊടുങ്കാറ്റ് വന്നാലേ ഇരയുവരുത്ത് മതിൽ കെട്ടി നിർത്താനൊക്കത്തില്ല, അവിടോട്ട് കയറില്ലെന്ന് പറയാനൊക്കത്തില്ലല്ലോ. ഇരയുവരുത്ത് അതുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിലൊരു ഞങ്ങൾ ഈ അവഹേളനം മൊത്തം അനുഭവിച്ചതാണ്. 0 കിട്ടി 2 തവണയും ഞങ്ങൾ ഈ അവഹേളനം അനുഭവിച്ചു. അതുകൊണ്ട് ഞാൻ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ച് പറഞ്ഞാൽ അത് ഞങ്ങളും അവരും തമ്മിൽ വ്യത്യാസമില്ലാതാവും. പക്ഷേ ജോസ് കെ മാണി ആത്മപരിശോധന നടത്തേണ്ടതാണ്. അന്നൊരവസരമുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ചർച്ച ചെയ്ത് ഒരു ഘട്ടമുണ്ടായപ്പോൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കോട്ടയം ജില്ലയുടെ ക്രെഡിറ്റ് മൊത്തം അവർക്ക് ഇരുന്നേനെ. അവരുടെ നിലപാട് നിങ്ങളും പറഞ്ഞേനല്ലോ, കേരള കോൺഗ്രസ് വന്നതുകൊണ്ടാണ് കോട്ടയം തൂത്തുവാരി എന്ന് പറയാനെങ്കിലും സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ ജോസ് കെ മാണി അവിടെ പരിശോധിക്കേണ്ടതാണ്. ജോമോനെ ആരൊക്കെയാണ് ചതിച്ചതെന്ന് ജോമോൻ പരിശോധിക്കേണ്ടതാണ്. പിന്നെ 3 MLA-മാരും കൊണ്ടുണ്ട്. ഇല്ല, നമ്മൾ ഈ കേരളത്തിൻ്റെ പൊതുജനം ഞങ്ങളെ ഇങ്ങോട്ട് വിജയിപ്പിച്ചു വിട്ടുകയാണ്. അവരുടെ മുമ്പിൽ അപഹാസ്യമാകുന്ന നിലയിലേക്കുള്ള അവകാശവാദങ്ങളുമായി ഇറങ്ങി തീർച്ചാൽ ഞങ്ങളുടെ പ്രതിച്ഛായകല്ലേ അത് മംഗലയിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾ കേൾക്കാൻ വയ്യ.
കേൾക്കാനേ വയ്യ. ഇപ്പോൾ 102 MLA-മാരുള്ളത് 4 പേർക്കൊരു മന്ത്രി വെച്ച് വിധിച്ചാൽ 25 വേണം. ആകെ 21 ഉള്ളൂ. പിന്നെ ഒരു സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വന്നാൽ 23 ഉള്ളൂ. ഇന്നൊക്കെ ചില നോംസ് ഇല്ലേ? ഇതിൻ്റെ കൂടെ ചെറു കക്ഷികളുടെ എങ്ങനെയാണ് അവരുടെ പ്രാതിനിധ്യം എന്ന് ഇനിയും പരിശോധിക്കണ്ടേ? നമ്മൾ വെറുതെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊരു പ്ലാറ്റ്ഫോം അവരവരുടെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ തന്നെ സ്വതന്ത്രരായിട്ടുള്ളവർ ഉണ്ട്. പക്ഷേ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഭാവിയിൽ രൂപപ്പെടണം എന്ന അഭിപ്രായം RSPക്കുണ്ട്. അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവരിതേ നയം തുടർന്ന് പോവുകയാണെങ്കിൽ ബംഗാളി പോയതുപോലെ പോകാനുള്ള സാഹചര്യമാണ്. അല്ല, ഇപ്പൊ വേണ്ട, അത് നിൽക്കട്ടെ കുറച്ച്. അല്ല, ഈ അധികാരത്തിന്റെ എല്ലാ ഗുണഫലവും അനുഭവിച്ചത് കുറച്ച് ദിവസം നിൽക്കട്ടെ. അത് കഴിഞ്ഞ് CPIയുടെ എത്ര തവണ പറഞ്ഞതാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം, ഇത് ആപത്താണ്, തെറ്റാണ്, ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുമ്പം ബിനോയ് വിശ്വത്തിന്റെ മറുപടി ആർക്കും മനസ്സിലാത്ത കുറേ മറുപടിയായിട്ട്. അതുകൊണ്ട് ഇനിയും പറയട്ടെ, അവർ നിൽക്കട്ടെ. അവരൊക്കെ ചിന്തിക്കണ്ടേ ഇതിവിടെ അവസാനിക്കണോ വേണ്ടേ? CPMന്റെ ടേൺ ഓഫ് ഇവൻസ് നമ്മൾ കൗതുകത്തോടുകൂടി വീക്ഷിക്കുകയാണ്, ആശങ്കയോടുകൂടി വീക്ഷിക്കുകയാണ്. അവർ കറക്റ്റ് ഫോഴ്സ് എടുത്ത് പോയില്ലെങ്കിൽ, ശരിയായ ദിശയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഏത് ടേൺ എടുക്കുമെന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് നോക്കട്ടെ, നമുക്ക് വീക്ഷിച്ചിട്ട് നമുക്ക് അതിന് മറുപടി. പ്ലാറ്റ്ഫോമിൽ ഒരു ആലോചന ഉണ്ടെന്നാണ് ഒരു വാക്ക് നേരത്തെ ഇപ്പോഴുള്ളതല്ല, അത് വളരെ നേരത്തെ തന്നെ RMP ആയിട്ട് CMP ആയിട്ട് RSP അതുപോലെ സമാന സ്വഭാവത്തിലുള്ള പാർട്ടികൾ ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച്. ലെഫ്റ്റ് ഇന്റലക്ച്വൽസ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അല്ല, ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ടായിട്ടല്ല, ഒരു ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതുവേദി, ഇടതുപക്ഷ രാഷ്ട്രീയ വേദി, ഇടതുപക്ഷ നയവ്യതിയാനത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്നുള്ള നിലയിൽ നേരത്തെ ആലോചനയുള്ളതാണ്. അത് ദൃഢീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലല്ല, ഇത് പാർലമെന്ററി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള നയവ്യതിയാനങ്ങൾ. അതാണല്ലോ നേരത്തെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. അതിന്റെ ഭാഗമായി ബെനിഫിഷ്യറിയായി മാറുന്നത് ആരാ? BJP-യാണ്. ഇടതുപക്ഷ വോട്ടുകൾ വലിയൊരു ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ, ആരോ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞു കേട്ടു, ഈ നിലയിലാക്കാണ് പോകുന്നതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ 2 തെരഞ്ഞെടുപ്പ് കഴിയുമ്പം NDA വേഴ്സസ് UDF എന്നുള്ള നിലയിലേക്ക് കേരള രാഷ്ട്രീയം മാറും. അങ്ങനെ മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇടതുപക്ഷ നയവ്യതിയാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന പ്രതിസന്ധി അത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പൊതു വേദി ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അന്ന് RSP തന്നെയാണ് മുൻകൈ എടുത്ത് പല ഘടകകക്ഷികളുമായിട്ട് ഞങ്ങൾ ഈ ആശയവിനിമയം 2 വർഷത്തിന് മുമ്പ്. പക്ഷെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ, ഈ BJPക്ക് 3 സീറ്റ് കിട്ടിയത് ആശങ്കപ്പെടുത്തുന്നതാണ്. പക്ഷെ മറുവശത്ത് നോക്കുന്നു, അത് ഈ ഓരോ ഇതിലും CPMന്റെ വോട്ട് പോയതിൻ്റെ ഉദാഹരണമാണ്. മറുവശത്ത് നോക്കുമ്പോൾ പാർലമെന്റ് ഇലക്ഷനേക്കാൾ 5% വലിയവർക്ക് വോട്ട് കുറഞ്ഞേക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനേക്കാൾ 5% വോട്ട് കുറഞ്ഞിരിക്കുകയാണ് BJPക്ക്. UDF കരുത്താർജിച്ച് ആ നിലയിലേക്ക് BJPയിലേക്ക് ഞങ്ങളിൽ നിന്ന് നേരത്തെ പോയ വോട്ടുകൾ തിരിച്ച് UDFൽ വന്നു. അന്നേരമാണ് അപ്രതീക്ഷിതമായി പുതിയ മേഖലയിൽ LDFൽ നിന്ന് വോട്ട് പോയേക്കുന്നത്. അതാണ് ഈ വിജയത്തിലേക്ക് 3 സീറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. 14% 3 സീറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആ മേഖലയിൽ BJPയിലേക്ക് CPM വോട്ട് പോയി. മൊത്തത്തിൽ അവരുടെ കുറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.